theborderofamind.com. അജ്മലിന്റെ ആ വെബ്സൈറ്റിലെ രചനകളെക്കുറിച്ചുള്ള നമ്മുടെ ഈയൊരു വിശകലന പരമ്പരയുടെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നിങ്ങൾ പങ്കുവച്ച ആ സൈറ്റിൽ നിന്ന് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നത് അജ്മലിന്റെ ദ റിപ്പിൾ ഓഫ് കാം എന്ന ആ ബ്ലോഗ് പോസ്റ്റിനാണ്. അതെ, അതിലിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കടന്നു വരുമ്പോൾ മുറിക്ക് സാന്ത്വനമാകുന്ന സാന്നിധ്യമാവുക. ഈ ഒരു ചിന്തയിൽ നിന്നാണ് അജ്മൽ തുടങ്ങുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര ആകർഷകമായി തോന്നുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ശരിക്കും എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ ഒരു സാന്നിധ്യമാകാൻ കഴിയുക? അത് ഉള്ളിൽ നിന്നാണോ തുടങ്ങേണ്ടത്? എന്താണ് അതിന്റെ ഒരു... തീർച്ചയായും അജ്മൽ ഊന്നി പറയുന്നത് അത് തന്നെയാണ്. ഈ പറയുന്ന ശാന്തത അത് പുറമേ കാണിക്കുന്ന ഒന്നല്ല, മറിച്ച് ഉള്ളിൽ ഒരു സമാധാനമുണ്ടാവണം. ആ സമാധാനത്തിൽ നിന്ന് അത് തനിയെ വരുന്ന ഒന്നാണ്. അതിന് നമ്മൾ മനസ്സിനെ ശ്രദ്ധയോടെ പരിപാലിക്കണം. ചിന്തകളൊക്കെ ഒരുപാട് കാഠിന്യം കൊടുക്കാതെ നോക്കണം. ശരി. നമ്മളെ തളർത്തുന്ന ചില ഭാരങ്ങളുണ്ട്, ചിലപ്പോൾ ചില ബന്ധങ്ങൾ പോലും. അതൊക്കെ ഉപേക്ഷിക്കാൻ ഒരു തയ്യാറെടുപ്പ് വേണം. പിന്നെ ഏറ്റവും പ്രധാനം സ്വയം വിശ്വസിക്കുക എന്നതാണ്. സ്വയം വിശ്വസിക്കുക. അതെ, ആ വിശ്വാസമാണ് നമ്മളെ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നത്. ജീവിതത്തിന്റെ ഒരു ക്ഷണികതയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? അത് തിരിച്ചറിയുമ്പം ഈ സമാധാനമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാകുന്നു തോന്നുന്നു. അതെ അതെ. അപ്പൊ പിന്നെ സൗമ്യതയോടെയും വ്യക്തതയോടെയും അനുകമ്പയോടെയും ഒക്കെ പെരുമാറുന്നത് ഒരു ഭാരമായി തോന്നില്ലായിരിക്കും. ഇല്ല, അതൊരു ഭാരമായി തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ലാഘവത്വമാണ് നമുക്ക് തരുന്നത്. ഇവിടെ അജ്മൽ പറയുന്ന ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഊർജമുണ്ടല്ലോ, അത് പകർച്ചവ്യാധിയാണ് എന്നതാണ്. നിങ്ങൾ ആ ഒരു ശാന്തത പ്രസരിപ്പിക്കുമ്പോൾ അത് ചുറ്റുമുള്ളവരിലേക്കും വ്യാപിക്കുന്നു. ഇത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്നല്ല. അല്ല, അപ്പോ പിന്നെ എന്താണ്? ഇത് ശരിക്കും അവർക്ക് ശാന്തമായിരിക്കാൻ വേറൊരു സാധ്യതയുണ്ട്, ഒരു വഴി കൂടിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ശരിയാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമുക്ക് സമാധാനത്തോടെ ഒരു പ്രതിരോധശേഷിയോടെ നിൽക്കാൻ പറ്റും എന്നൊരു നിശബ്ദമായ ഓർമ്മപ്പെടുത്തൽ. മനസ്സിലായി. നിങ്ങളുടെ ആ ഒരു സ്ഥിരത അത് അവർക്കൊരു മാതൃകയാവുകയാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ആ നിശ്ചലത മറ്റുള്ളവർക്ക് ഒരു ലാളിത്യത്തിന്റെ സാധ്യത കാണിച്ചു കൊടുക്കുന്ന ഒരു തരം കണ്ണാടിയായി മാറുന്നു എന്ന് പറയാം. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഇതാണ് ഈ ദ റിപ്പിൾ ഓഫ് കാം എന്നതിലെ പ്രധാന ആശയവും, അല്ലേ? വളരെ ശരിയാണ്. ഈ ചിന്തകളും ഈ ആശയങ്ങളുമൊക്കെ അജ്മൽ പങ്കുവയ്ക്കുന്ന ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഡിജിറ്റൽ ലോകത്തിന്റെ ഭാഗമാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ശ്രദ്ധയോടെ പതുക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ഇടമാണത്. അവിടെ എഴുത്തു മാത്രമല്ല ഉള്ളത്, കലയുണ്ട്, ഫോട്ടോഗ്രാഫി, ചിലപ്പോൾ ചലിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ വരെ അദ്ദേഹത്തിന്റെ ചിന്തകൾക്കൊരു രൂപം നൽകുന്നുണ്ട് അവിടെ. ഈ കല, പിന്നെ ജീവിതത്തോടുള്ളൊരു അഭിനിവേശം, സ്വയം കണ്ടെത്തൽ, വ്യക്തിഗത വളർച്ച, അതുപോലെ ഈ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, സൂക്ഷ്മമായ അവബോധം, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയില്ലേ? അതെ. ഇതൊക്കെയാണല്ലോ ആ ബ്ലോഗിലെ പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത്. നിങ്ങൾ ആ സൈറ്റ് സന്ദർശിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ശരിയാണ്. ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു അതിരുകളില്ലാത്ത ജിജ്ഞാസയും അത്ഭുതവും ഒക്കെ ഇല്ലേ? അതൊക്കെ കണ്ടെത്താനും ആഘോഷിക്കാനുമുള്ള ഒരിടമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഈ സർഗാത്മകതയ്ക്കും ഭാവനയ്ക്കുമൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം അതിന് പിന്നിലുണ്ട്. ശരിയാണ്. അജ്മലിന്റെ ഫോട്ടോകളും മറ്റ് ആർട്ട് വർക്കുകളുമൊക്കെ വാക്കുകൾ പോലെ തന്നെ സംസാരിക്കുന്നവയാണ്. ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനം അത് എത്ര ചെറുതാണെങ്കിലും അത് ചുറ്റുമുള്ള ലോകത്തിൽ അതിൻ്റെതായ ഓളങ്ങൾ സൃഷ്ടിക്കും എന്നതാണല്ലേ? തീർച്ചയായും. അജ്മലിന്റെ ഈ ചിന്തകളും അദ്ദേഹത്തിന്റെ കലയും ദൃശ്യങ്ങളുമൊക്കെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാൻ theborderofamind.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാൻ ഞങ്ങൾ നിങ്ങളെ എന്തായാലും പ്രോത്സാഹിപ്പിക്കുന്നു. അതെ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, ചിത്രങ്ങൾ, അതുപോലെ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ചെയ്ത പോഡ്കാസ്റ്റുകൾ വരെ അവിടെ ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു തനതായ കാഴ്ചപ്പാട് നേരിട്ടറിയാൻ അതെന്തായാലും സഹായിക്കും. അപ്പോ നിങ്ങൾ പ്രേക്ഷകർ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തത വളർത്തിയെടുക്കുന്നത് അത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങൾ ഇടപെടുന്ന ഓരോരോ ഇടങ്ങളിലും എങ്ങനെയുള്ള തരംഗങ്ങളായിരിക്കും സൃഷ്ടിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. നല്ലൊരു ചിന്തയാണ്. അജ്മലിന്റെ രചനകളെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളും ചർച്ചകളുമായി ഞങ്ങൾ വീണ്ടും എത്താം. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.